ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ട് ബുക്കിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ആണ്. ഒന്ന് അറിവിടം ബുക്കും അതുപോലെ പ്രൈം പി സിയുടെ പി സി പള്ളിക്കൂടത്തിൻ്റെ ബുക്കിൻ്റെ റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ പി സി പള്ളിക്കൂടത്തിൻ്റെ 5, 7, 9 ക്ലാസ്സിലെ ബുക്ക് മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 6, 8, 10 ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈനിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ജനറൽ സയൻസിൻ്റെയാണ്. 6, 8, 10 ക്ലാസ്സിലെ ജനറൽ സയൻസിൻ്റെയാണ്. ഇതിൽ അടിസ്ഥാന ശാസ്ത്രം, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം ആണ് ഉൾപ്പെടുന്നത്. ഇത് നമ്മുടെ സോഷ്യൽ സയൻസ് ആണ്. ഇതിൽ ചരിത്രം, ഭരണഘടന, അതുപോലെ പൗരധർമ്മം, ധനതത്വശാസ്ത്രം, ഭൂമിശാസ്ത്രമാണ് ഉൾപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരെണ്ണത്തിന് 300 രൂപയും മറ്റേതിന് 320 രൂപയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മുടെ പി എസ് സിയുടെ അറിവിടം പറഞ്ഞിട്ടുള്ള ടാലൻറ്റിൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു. അതിന് കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിക്കാൻ കാരണം. ഇതിലെ ഇൻഡെക്സ് പേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതിൽ ഇൻഡെക്സ് പേജ് ഞാൻ അവസാനം കാണിച്ചു തരാം കേട്ടോ. ഫോട്ടോ ആക്കിയിട്ട് ഞാൻ അവസാനം കൊടുക്കാം. ഇതിലെല്ലാ ചാപ്റ്റേഴ്സും ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അടിസ്ഥാന ശാസ്ത്ര ഭാഗം 1, ഭാഗം 2 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 6ാം ക്ലാസ്, 8ാം ക്ലാസ്, 10ാം ക്ലാസ് അങ്ങനെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആഹാരത്തിലൂടെ ആരോഗ്യം അങ്ങനെ പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അറിവിടം ബുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ ക്വസ്റ്റ്യൻ ബാങ്ക് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇതിൽ ക്വസ്റ്റ്യൻ ബാങ്ക് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ വായിച്ച് പഠിക്കാൻ ഏറ്റവും യൂസ്ഫുള്ളായ ബുക്ക് അത് നമ്മുടെ ഈ പള്ളിക്കൂടം തന്നെ ആയിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ ഓൾറെഡി SCRT ക്ലാസ്സിൻ്റെ ചാപ്റ്റേഴ്സിൻ്റെ ലൈവ് ക്ലാസ് നമ്മൾ ഓൾറെഡി ചാനലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ 6, 5, 7, 9 ക്ലാസ്സത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 6, 8, 10 ക്ലാസ്സത്തെ ലൈവ് ക്ലാസ്സും കൂടെ ഉൾപ്പെടുത്തും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എല്ലാ ദിവസവും 6 മണിക്ക് തിങ്കളാഴ്ച തൊട്ടിട്ട് ശനിയാഴ്ച വരെ 6 മണി തൊട്ടിട്ട് ഒരു 7, 7:15 വരെ നമ്മുടെ ചാനലിൽ ലൈവ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും 6 മണിക്ക്, ഈവനിങ് 6 മണിക്ക് കേട്ടോ, കയറി കഴിഞ്ഞാൽ ലൈവ് ക്ലാസ് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻഡെക്സ് പേജ് തന്നെ അവസാനം കഴിക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല, ക്യാഷ് ഇല്ല, കുറേ പേർക്ക് ക്യാഷ് ഉണ്ടാവില്ല, അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം, സമഗ്രയിൽ നിന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഇതിൻ്റെ അവസാനം കാണിക്കാം. ഇത് പഴയ SCRT ആണ് കേട്ടോ. ഞാൻ കാണിക്കാം. പഴയ SCRT മീൻസ് പഴയതല്ല, പുതിയതാണ്. 5, 7, 9 ക്ലാസ്സത്തെയാണ്. ഇപ്പോൾ ഇതിൻ്റെ ക്ലാസ്സാണ് നമ്മുടെ ചാനലിൽ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ളത് ഞാൻ അവസാനം കാണിക്കാം. അത് നിങ്ങൾക്ക് ഫോൺ നോക്കി പഠിക്കാൻ പറ്റുന്നവർക്കൊക്കെ സമഗ്രത്തെ ടെക്സ്റ്റ് ബുക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ടോട്ടൽ 4 ബുക്കും പാടെ എനിക്ക് 1000 ബിലോ ആണ് വന്നിട്ടുള്ളത്, എബോവ് ആയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു വാങ്ങിക്കുകയാണെങ്കിൽ പുതിയൊരു ബുക്ക് SCRTക്ക് വേണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ അത് പി സി പള്ളിക്കൂടം തന്നെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പ്രൈസൊക്കെ എങ്ങനെയാണ് വരുന്നത്. പക്ഷേ എനിക്ക് ടോട്ടൽ 320, 300 രൂപയാണെങ്കിലും എനിക്ക് 600ൻ്റെ താഴെയായിരുന്നു ഷോപ്പിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി ഒരു സ്റ്റിക്കി നോട്ടും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ടോട്ടൽ 600ൻ്റെ താഴെയാണ്. അവർ ഓഫർ തന്നതാണോ എന്ന് എനിക്കറിയില്ല. ടോട്ടൽ എനിക്ക് 600ൻ്റെ താഴെയായിട്ടാണ് അവർ തന്നിട്ടുണ്ടായിരുന്നു. യൂസ്ഫുള്ളാണ്, താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം കേട്ടോ. ഇനി നമുക്ക് സമഗ്രയിൽ നിന്ന് നോട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ സമഗ്രയുടെ പേജ് തന്നെയാണ്. ഞാനിത് പുതിയ പേജ് എടുത്തിട്ട് കാണിക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം, ഗൂഗിളിൽ പോയിട്ട് സമഗ്ര .kite. ഇത് അവിടെ സമഗ്രയുടെ സൈറ്റ് വന്നിട്ട് kerala.gov.in ലോഗിൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈറ്റ് എടുക്കുക. ഈ ഒരു സൈറ്റ് എടുത്തതിന് ശേഷം സൈറ്റിൽ ഫസ്റ്റ് തന്നെ വരും, ഇവിടെ സമഗ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഫസ്റ്റ് തന്നെ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ ഇങ്ങനത്തെ പേജാണ് നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം വരിക. എന്നിട്ട് ഇതിൻ്റെ താഴെ ഉണ്ടാവും, ഇവിടെ ഇങ്ങനെ കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ എഡ്യൂക്കേഷൻ റിസോഴ്സസ് കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇതിൽ മോർ ഡൗൺലോഡ്സ് ടെക്സ്റ്റ് ബുക്കും താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെലക്ട് മീഡിയം ഉണ്ട്. ഇതിൽ മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ ഉണ്ട്. നമുക്ക് മലയാളം മതി. അതിനുശേഷം സെലക്ട് ക്ലാസ് ഉണ്ട്. ഇത് നമുക്ക് 7 കൊടുക്കാം. 7ാം ക്ലാസ്സിൽ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, സോഷ്യൽ കൊടുക്കാം. സോഷ്യൽ കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ ഭാഗം 1ഉം ഭാഗം 2ഉം പറഞ്ഞിട്ടുള്ള സോഷ്യലിൻ്റെ ബുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഡൗൺലോഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ പറ്റും.
ഇങ്ങനെയാണ് ഓപ്ഷൻസ് വരിക. ഇവിടെ ഡൗൺലോഡ് ബട്ടൺ കൊടുക്കാം കേട്ടോ. ഈ ഒരു ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവും. ഇത് ഓൾറെഡി എൻ്റെ ഫോണിലുള്ളതുകൊണ്ട് ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കണില്ല, എന്തെങ്കിലും ഒരു ഫയൽ വെറുതെ കൂട്ടണം. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇങ്ങനെയൊക്കെയാണ് ഉള്ളടക്കമൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന ബുക്ക് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം. ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബുക്ക് ഫുള്ളും എടുക്കണമെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടി വരും, അതുപോലെ ഒരുപാട് പേജ് പോവും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാൻ പറ്റണ രീതിക്കുള്ള നോട്ടാക്കിയിട്ട് നമ്മുടെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ചില കടയിലൊക്കെ ചെയ്തു തരും. കയ്യിൽ വെച്ച് നടക്കാൻ പറ്റണ കുഞ്ഞു ബുക്കായിട്ട് ഈ ബുക്കിനെ ചെറുതാക്കി തരും. ഒരു പേജിൽ തന്നെ 4-5 പേജൊക്കെ കൊള്ളുന്ന രീതിക്ക് അവരാക്കി തരും. ഒരു എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ആക്കി തരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പറയുക എനിക്കിങ്ങനെ പഠിക്കാനുള്ളതാണ്, പക്ഷെ കാണണം, നല്ല കുഞ്ഞതാവരുത്, കാണണം എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പറയാം. അപ്പോൾ അവരിങ്ങനെ ബൈൻഡ് ചെയ്ത പോലെ ആക്കി തരും, കുഞ്ഞൊരു ബുക്കാക്കി തരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഫ്രണ്ടിലത്തെ ഉള്ളടക്കമുള്ള പേജ് അതുവരെ ഉള്ളത് ഒഴിവാക്കിയിട്ട് ബാക്കിയൊക്കെ കൊടുക്കാം. പിന്നെ ലാസ്റ്റ് ഉണ്ടാവും, കാണിച്ചു തരാം, ഒരു മിനിറ്റ്. നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും അവസാനം ഒരു നമുക്ക് വേണ്ടാത്ത കുറച്ച് പേജസ് ഒക്കെ ഉണ്ടാവില്ലേ, ഇതിലെവിടെ, ഇതിൽ കാണുന്നില്ലല്ലോ. ഇതിന് താഴെ തുടർ പ്രവർത്തനങ്ങൾ, ഈ പേജൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്താൽ തന്നെ കുറേ പേജ് അങ്ങനെ ഇല്ലാതായി പോകും. അപ്പം അങ്ങനെ കൊടുത്തിട്ട് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ പ്രിൻ്റ് എടുത്തിട്ട് പഠിക്കാം. ഇല്ല നിങ്ങൾക്ക് ഫോണിൽ തന്നെ വെച്ച് പഠിക്കാം. ഇപ്പോൾ ഫോറിൽ നേരം ഫോൺ നോക്കിക്കഴിഞ്ഞാൽ തലവേദനിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നെ പോലെ. അപ്പോൾ അവർക്കൊന്നും ഫോണിൽ വെച്ച് പഠിക്കാൻ പറ്റില്ല. അവർക്ക് വേണമെങ്കിൽ ബുക്ക് വാങ്ങിക്കാം. ബുക്ക് അഫോർഡബിളായി വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഈ PSC പള്ളിക്കൂടം എന്ന് പറയുന്നത്. അല്ല ടാലൻറ്റിൻ്റെ അറിവിയുടെ വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. 4 ബുക്കിന് എന്തോ 1000-ൻ്റെ മേലെ വരും, 1400 അങ്ങനെ എന്തൊക്കെയോ വരും. ഒരെണ്ണത്തിന് 400-500-ൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ PSC പള്ളിക്കൂടം വാങ്ങിച്ചത്. പള്ളിക്കൂടം ഞാനൊന്ന് ഫസ്റ്റ് 5, 7, 9 വാങ്ങിച്ച് നോക്കിയിട്ട് അത് കൊള്ളാമെന്നുണ്ടെങ്കിൽ ബാക്കി പാർട്ട് 2 വാങ്ങിക്കാം. 6, 8, 10ൻ്റെ അടുത്തത് വരുമ്പോൾ വാങ്ങിക്കാൻ വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത്. കുഴപ്പമില്ലാത്ത ബുക്കായിരുന്നു, എല്ലാവർക്കും കുഴപ്പമില്ല. അതുപോലെ നമ്മുടെ SCRT ക്ലാസ്സിൻ്റെ ലൈവ് നടക്കണമുണ്ട്. അതിൽ കുറേ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളിക്കൂടത്തിൻ്റെ 6, 8, 10 ബുക്ക് നല്ലതാണ്, അറിവിടത്തിനെക്കാട്ടിലും നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകം ഇത് വാങ്ങിക്കാൻ കാരണം. അതെല്ലാം നിങ്ങൾക്ക് ഇത് ഇങ്ങനെ വായിച്ചിട്ട് കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും തിങ്കളാഴ്ച തൊട്ടിട്ട് ശനിയാഴ്ച വരെ ലൈവ് ക്ലാസ് വൈകിട്ട് 6 മണിക്ക് ശേഷം നടക്കുന്നുണ്ട്. ലൈവിൽ വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ റെക്കോർഡഡ് ആയിട്ട് ലൈവ് കാണും. ഒരു 6 മണിക്ക് തുടങ്ങിയാൽ ഒരു 6:15, 6:20 ക്ലാസ് തുടങ്ങും. അതുവരെ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി ക്ലാസ് റീഡ് ചെയ്യണത് കാണാം കേട്ടോ. ഇതിന് ശേഷം PYQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു 2020 മുതൽ 25 വരെയുള്ള PYQ ക്വസ്റ്റ്യൻസ് അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദ്യം ചോദിക്കും, അതിനുള്ള ഉത്തരം പറയാന്നുള്ള രീതിക്ക് ചോദിക്കും. അപ്പം അങ്ങനെ അതും കൂടെ നമ്മുടെ ചാനലിൽ നടക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ലൈവ് ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി പള്ളിക്കൂടത്തിൻ്റെ എന്ത് ചെയ്യാം, ഉള്ളടക്കം കൂടി കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഇത് ജനറൽ സയൻസിൻ്റെയാണ് കേട്ടോ. ഉള്ളടക്കം ഇങ്ങനെയാണ് വരുന്നത്. ഇത് അടിസ്ഥാന ശാസ്ത്ര ഭാഗം 1ഉം 2 ആയിട്ട് 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് വരുന്നുണ്ട്. പിന്നെ 8ാം ക്ലാസ്സിലെ ഭാഗം 1, ഭാഗം 2, അതുപോലെ 10ാം ക്ലാസ്സിലെ ഭൗതിക ശാസ്ത്രം അങ്ങനെയാണ് വരുന്നത്. ഇവിടെ രസതന്ത്രം വരുന്നുണ്ട്. ജീവശാസ്ത്രം ഭാഗം 1, ഭാഗം 2 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പള്ളിക്കൂടത്തിൻ്റെ സോഷ്യൽ സയൻസിന് നോക്കാം. 6-8 ചാപ്റ്റേഴ്സ്, 6-8 ക്ലാസ്സത്തെ ഇതിൽ ഇങ്ങനെയാണ് വരുന്നത്. ഭാഗം 1, ഭാഗം 2 ആയിട്ട് സോഷ്യൽ സയൻസ് ഒരു പേജ്. അടുത്തത് ഇതാണ് ഇതിൻ്റെ ഉള്ളടക്കം വരുന്നത്. ഓരോ പേര് ഇൻഡെക്സ് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്